Hi friends, welcome to Ignite, your e-learning platform. Today we are going to discuss our second unit, gas laws and mole concept. ഇത് നിങ്ങളുടെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. ബിഫോർ ഗോയിങ് ടു ദിസ് യൂണിറ്റ്, നമുക്കറിയാം നമ്മൾ 8th-ലും 9th-ലൊക്കെ ആയിട്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ആകെ മൊത്തം പഠിച്ച ഇത്രയും കാര്യങ്ങളാണ്. മാറ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതാണ് നമ്മൾ അവിടെ ആകെ പഠിച്ച കാര്യം. എന്താണ്? മാറ്ററിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോ അതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ആകെ നോക്കുന്നത് ഗ്യാസിനെ കുറിച്ച് മാത്രമാണ്. ഗ്യാസസിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചില ലോസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ ഇവിടെ പഠിക്കുന്നത്. നമുക്കറിയാം സോളിഡും ലിക്വിഡും ഗ്യാസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കമ്പയർ ടു സോളിഡ് ആൻഡ് ലിക്വിഡ്, ഗ്യാസസിന് ഒട്ടനവധി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോളിഡിനെയും ലിക്വിഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസസിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ടു അവർ യൂണിറ്റ്, ഇൻ യുവർ ടെക്സ്റ്റ് ദർ ആർ സം സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഗ്യാസസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ബിഗിനിങ്ങിൽ ഗ്യാസസിനെ കുറിച്ചുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒരു 6 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ തന്നിരിക്കുന്ന 6 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കംപ്ലീറ്റ്ലി ഗ്യാസസിനെ കുറിച്ച് പറയുന്ന ഒരു 6 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ യൂണിറ്റ് എന്താണ്, ആ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇൻ ഈച്ച് ഗ്യാസ് കണ്ടെയ്നിങ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഇൻ ഈച്ച് ഗ്യാസ് കണ്ടെയ്നിങ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾ. എന്താ പറയുന്നത്? ഓരോ ഗ്യാസസിലും ഒട്ടനവധി വളരെ ചെറിയ മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നു. എന്ത് മോളിക്യൂൾസ്? ഇപ്പൊ നമ്മളൊരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ ഗ്യാസിൽ കാർബൺ ഡയോക്സൈഡിന്റെ തന്നെ വളരെ ചെറിയ ഒട്ടനവധി മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് ഇൻ ഈച്ച് ഗ്യാസ് കണ്ടെയ്നിങ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം നമുക്ക്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ തന്നെ സെക്കൻഡ് പോയിന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണ്? വൈൽ കൺസിഡറിംഗ് ദ ടോട്ടൽ വോളിയം ഓഫ് എ ഗ്യാസ്, the real volume of the molecule present in that is very less. While considering the total volume of a gas, the real volume of the molecule present in that gas is very less. എന്താ പറയുന്നത്? നമ്മൾ ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം, ഗ്യാസിന്റെ മൊത്തം വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ആ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് ആ ടോട്ടൽ വോളിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. എന്താ പറഞ്ഞത്? ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? വോളിയം ഓഫ് ദ മോളിക്യൂൾ ഈസ് വെരി ലെസ്. ഇതാണ് എന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണ്? ദ മോളിക്യൂൾ ആർ ഓൾവേസ് ഇൻ എ റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. എന്താ പറഞ്ഞത്? ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. എന്താ പറഞ്ഞത്? ഗ്യാസ് മോളിക്യൂൾസ് ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല, അവർ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്രമമായിട്ടൊന്നുമല്ല, ക്രമമില്ലാതെ ക്രമരഹിതമായി എല്ലാ ദിശകളിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. The molecules are always in a state of rapid random motion in all direction. മോളിക്യൂൾസ് ഒരിക്കലും ഒരു സ്റ്റേറ്റിൽ, ഒരു ലെവലിൽ അടങ്ങിയിരിക്കുകയല്ല, അവരെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. എന്താണ്? always in a state of random rapid motion in all direction. Random rapid motion in all direction. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് പറയുന്നത് എങ്ങനെയാണ്? While during this movement
the molecules can collide with each other and also collide with the walls of the container, and that will result in the presence of a pressure. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു മോളിക്യൂള് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു, റാൻഡം റാപ്പിഡ് മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഒരു ക്ലാസ്, നിങ്ങളുടെ ക്ലാസ് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാനൊരു 40 സ്റ്റുഡൻസിനെ അങ്ങോട്ട് കയറ്റി വിടുകയാണ്. എന്നിട്ട് നിങ്ങളോട് ഓടാൻ പറയാണ് ആ ക്ലാസ്സിൽ കൂടെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എന്താണ്, 2 പോസിബിലിറ്റി ഉണ്ടാകും അല്ലെ? ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ കാലെ തട്ടി അടുത്തയാൾ പോയിട്ട് ഭിത്തിക്കിട്ടിടിക്കാം. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് എന്ത് മോളിക്യൂൾസിന്റെ, ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസും. അവരിങ്ങനെ ദിശയില്ലാതെ അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലേക്കും ക്രമമില്ലാതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? തമ്മിൽ കൂട്ടിയിടിക്കും. ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളുമായിട്ട് കൂട്ടിയിടിക്കും. അതുപോലെ തന്നെ എന്താണ്, അത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഗ്യാസ് നമ്മൾ എടുത്തിരിക്കുന്ന ആ കണ്ടെയ്നറിന്റെ ഉള്ളിലെ വോൾസിലും എന്ത് ചെയ്യാൻ പറ്റും? പോയി കൂട്ടിയിടിക്കും. 2 പോസിബിലിറ്റി പറഞ്ഞ അവര് മോളിക്യൂൾസ് ക്യാൻ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ. അങ്ങനെയുള്ള ഈ കൊളീഷൻ ആണ് ഒരു ഗ്യാസിന്റെ കേസിൽ നമ്മൾ പ്രഷർ ആയിട്ട് പറയുക. എന്താ പറഞ്ഞത്? മോളിക്യൂൾസ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മൂവ്മെന്റ്. അത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അതുപോലെ തന്നെ ആ ഗ്യാസ് എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോൾസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിയിടിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഗ്യാസിന്റെ പ്രഷറിന്റെ കാരണമായിട്ട് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിന്റെ 4ാമത്തെ പോയിന്റ്. They can collide each other. Sorry, they can അല്ല, they will collide each other and also with the walls of the container. ഇതാണെന്ത് നമ്മുടെ 4ാമത്തെ പോയിന്റ്. മോളിക്യൂൾസ് ക്യാൻ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്. ഇനി പറയുന്ന 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് these collisions are perfectly elastic in nature. These collisions are perfectly elastic in nature. എന്താണ് അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയാൻ കാരണം? നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ കൊളീഷൻ, അവർ തമ്മിലുള്ള ആ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഒന്ന് ചിന്തിച്ചു നോക്കി എങ്ങനെയായിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞ എന്താണ്? ഇടിച്ചു നേരെ വിട്ടു അല്ലെ? രണ്ടുപേരും തമ്മിൽ വന്നിട്ട് കൊളൈഡ് ചെയ്തു, അതേ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്തു? അവരുടെ അതേ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. നമുക്കറിയാം ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ലേ, വലിച്ചു അത് വിട്ടിട്ട് അതിന്റെ ആ പഴയ സ്റ്റേറ്റിലോട്ട് തന്നെ പോകും. അതേപോലെ തന്നെയാണ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തെങ്കിലും അതുപോലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഇടിച്ചു നേരെ തിരിച്ചു വന്നു. അങ്ങനെ ഇലാസ്റ്റിക് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അവർ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, ഇപ്പം ഞാനും അല്ലെങ്കിൽ ഞാൻ ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക, എൻ്റെ ഒരു ഫ്രണ്ട് മറ്റൊരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. ഞങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എനർജി നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ എനർജി എനിക്ക് കിട്ടുകയോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ എനർജി അവന് കിട്ടുകയോ എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഗെയിൻ ഓർ ലോസ് ഓഫ് എനർജി. അങ്ങനെ എനർജിയിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ മോളിക്യൂൾസിന്റെ ഈ കൊളീഷനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയാണ്, ദ കൊളീഷൻസ് ഓഫ് മോളിക്യൂൾ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ലോസ് ഓഫ് ഗെയിൻ ഓഫ് എനർജി. എനർജിയുടെ കൊടുക്കൽ വാങ്ങലുകൾ അവിടെ നടക്കുന്നില്ല, കൊളൈഡ് ചെയ്തു തിരിച്ചു പോകുന്നു. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇതാണ് അതിന്റെ 5ാമത്തെ പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇതാണ്, ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ ആൻഡ് ഓൾസോ ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ ആൻഡ് ദ കണ്ടെയ്നർ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗ്യാസ് എടുക്കുന്ന കണ്ടെയ്നറിന്റെ വോൾസ് ആയിട്ട് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ മോളിക്യൂൾസിന് ആ കണ്ടെയ്നറിന്റെ വോൾസുമായിട്ടോ എന്താണ് ഒരു രീതിയിലുള്ള അട്രാക്ഷൻസും ഇല്ല. ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഇല്ല. അതുപോലെ തന്നെ അത് എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ വോൾസുമായിട്ട് മോളിക്യൂളിന് എന്തില്ല, ഒരു രീതിയിലുള്ള അട്രാക്ഷൻസും ഇല്ല. അതാണ് അതിന്റെ 6ാമത്തെ പോയിന്റ്. There is no attractions.
ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലെ ഗ്യാസസിനെ റിഗാർഡ് ചെയ്യുന്ന 6 സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഈച്ച് ഗ്യാസ് കണ്ടെയ്നിങ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾ. ഒരു ഗ്യാസിൽ ആ ഗ്യാസിൻ്റെതായിട്ടുള്ള ഒട്ടനവധി സൂക്ഷ്മങ്ങളായ മോളിക്യൂൾ അടങ്ങിയിരിക്കുന്നു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഗ്യാസിൽ കാർബൺ ഡയോക്സൈഡിന്റെ തന്നെ വളരെയധികം സൂക്ഷ്മങ്ങളായ എന്താണ് മോളിക്യൂൾ അടങ്ങിയിരിക്കുന്നു. അതാണ് എന്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞതാണ് വോളിയം. നമ്മൾ ആ ഗ്യാസിന്റെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ടോട്ടൽ വോളിയം, ഗ്യാസിന്റെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി തേർഡ് പോയിന്റ് പറഞ്ഞ എന്താണ്? ദേ ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. മോളിക്യൂൾസ് എന്താണ്? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇൻ എ റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ദിശയിലേക്കും അവരെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് പോലും അടങ്ങിയിരിക്കാറില്ല എന്നർത്ഥം. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ ഒരു മോഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂളിന്റെ ഒരു മൂവ്മെന്റിന്റെ സമയത്ത് അവര് തമ്മിൽ കൂട്ടിയിടി ഉണ്ടാകുന്നു. അവര് തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അതേപോലെ തന്നെ ആ ഗ്യാസ് എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂള് കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഈ കൊളീഷൻ ആണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നതിന്റെ കാരണമായിട്ട് പറഞ്ഞു. അതാണ് അതിന്റെ നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞു their collisions are in elastic mode. എന്താണ്? കൊളീഷൻ നടക്കുന്ന സമയത്ത് there is no gain or loss of energy. എനർജിയുടെ കൊടുക്കൽ വാങ്ങലുകൾ അവിടെ നടക്കുന്നില്ലാത്തതുകൊണ്ട് we can say that these collisions are perfectly elastic in nature. അതാണ് അതിന്റെ അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റ് പറഞ്ഞു there is no attraction. ആരൊക്കെ തമ്മിലാണ്? മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ മോളിക്യൂൾസിന് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസുമായിട്ട് എന്താണ്? ഒരു രീതിയിലുമുള്ള അട്രാക്ഷൻസ് ഒന്നുമില്ല എന്നാണ് ആറാമത്തെ പോയിന്റ് പറയുന്നത്. സോ ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇതിലെ ഓരോ പോയിന്റ് വെച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്സിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഈ ഓരോ പോയിന്റുകളും നിർബന്ധമായും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകണം. സോ ഇനി ഈ യൂണിറ്റിൽ നമുക്ക് അടുത്ത് പഠിക്കേണ്ട 3 ടേംസ് ആണ്. നമ്മൾ ഗ്യാസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലെ ഗ്യാസ് ലോസ് പഠിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 ടേമുകളുണ്ട്. നോക്കാം അത് ഏതൊക്കെയാണെന്ന്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 3 ടേംസ് എന്ന്. അതിലെ ഫസ്റ്റ് വൺ വോളിയം, സെക്കൻഡ് വൺ പ്രഷർ, തേർഡ് വൺ ടെമ്പറേച്ചർ. ഇതാണ് ആ 3 ടേംസ്. നമ്മൾ ഗ്യാസിനെ പറ്റി അല്ലെങ്കിൽ ഗ്യാസ് ലോസിനെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് ഈ 3 ടേംസും നന്നായിട്ട് അറിയണം. അതിലെ ഫസ്റ്റ് വൺ വോളിയം, സെക്കൻഡ് വൺ പ്രഷർ, തേർഡ് വൺ ടെമ്പറേച്ചർ. ഇനി ആദ്യം എന്താണ്? ഒരു ഗ്യാസിന്റെ വോളിയം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ഗ്യാസ്? നോക്കാം എന്താണ് ഒരു ഗ്യാസിന്റെ വോളിയം എന്ന്. ഒരു ഗ്യാസിന്റെ വോളിയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഒരു എക്സ്പെരിമെന്റ് പറയാം. നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇതാണ്, ഞാൻ 1 ലിറ്റർ വെള്ളം, ശ്രദ്ധിക്കണം, 1 ലിറ്റർ വെള്ളം എന്ന് ഞാൻ എടുത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ 1 ലിറ്റർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വെള്ളം നമുക്ക് എടുക്കാം, വാട്ടർ. 1 ലിറ്റർ വെള്ളം ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. ഇത് 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിനകത്ത് 1 ലിറ്റർ വെള്ളം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മെഷർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ 1 ലിറ്റർ വെള്ളത്തിനെ ഒരല്പം പോലും നഷ്ടപ്പെടാതെ ഒരു 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് മാറ്റുകയാണ്. 1 ലിറ്റർ വെള്ളത്തിനെ 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിൽ നിന്ന് 2 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നറിനകത്തേക്ക് മാറ്റുകയാണ്. 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് ആ വെള്ളം മാറ്റി കഴിയുമ്പോഴും ആ വെള്ളത്തിന്റെ വോളിയത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തത്. 1 ലിറ്റർ വെള്ളം 1 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്ത് നിന്ന് 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് വരുമ്പോൾ വോളിയത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആ വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 ലിറ്റർ തന്നെയാണ്, അല്ലെ? അതിനെ ഇനി 2 ലിറ്റർ അല്ല, 5 ലിറ്റർ അല്ല, 10 ലിറ്റർ അല്ല, ഏത് കണ്ടെയ്നറിനകത്തേക്ക് എടുത്താലും 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 1 ലിറ്റർ തന്നെയായിരിക്കും. അതിന്റെ വോളിയത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. ഇത് സൊല്യൂഷന്റെ കേസിലുള്ള ഒരു കൺസിഡറേഷൻ ആണ്. എന്താണ്? വോളിയത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ വോളിയം ഓഫ് എ ഗ്യാസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക.
ഞാൻ 1 ലിറ്ററിന്റെ ഒരു കണ്ടെയ്നർ എടുക്കുകയാണ്. നേരത്തെ ഞാൻ 1 ലിറ്റർ വെള്ളമാണ് എടുത്തത്, 1 ലിറ്റർ വാട്ടർ ആണ് എടുത്തത്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കേസിൽ ഞാൻ എടുക്കുന്നത് 1 ലിറ്ററിന്റെ കണ്ടെയ്നർ ആണ്. 1 ലിറ്ററിന്റെ കണ്ടെയ്നർ. ഞാൻ അതിലേക്ക് ഏതെങ്കിലും ഒരു ഗ്യാസ് ഫില്ല് ചെയ്യും. ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കാം. 1 ലിറ്ററിന്റെ കണ്ടെയ്നറിൽ ഞാൻ ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്, സം എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 1 ലിറ്റർ ആണ്. കാരണം ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്താണ്? 1 ലിറ്ററിന്റെ കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. ഇനി ഞാൻ ആ 1 ലിറ്ററിന്റെ കണ്ടെയ്നറിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്യാസിനെ അതിൽ നിന്ന് ഒരൊറ്റ മോളിക്യൂൾ പോലും നഷ്ടപ്പെടാതെ ഒരു 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് മാറ്റുകയാണ്. 1 ലിറ്ററിൽ നിന്ന് 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് ആ ഗ്യാസിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുക? 1 ലിറ്റർ ആയിരുന്ന ഗ്യാസ്, 1 ലിറ്റർ വോളിയം ആയിരുന്ന ഗ്യാസ് 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് വന്നപ്പോഴത്തേ നമുക്കറിയാം ഗ്യാസ് ആണ്. അതെന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്യും. അപ്പൊ 1 ലിറ്ററിന്റെ കണ്ടെയ്നറിൽ നിന്ന് 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തപ്പോഴേക്കും അതിന്റെ വോളിയം എന്തായിട്ട് മാറി? 1 എന്നുള്ളത് 2 ലിറ്റർ ആയിട്ട് മാറി. കാരണം എന്താണ്? ഇപ്പം നിലവിലെ ഗ്യാസ് ഇരിക്കുന്നത് 2 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്താണ്. പക്ഷെ സൊല്യൂഷന്റെ കേസിൽ എന്താണ്? അങ്ങനെ ഒരു സ്പ്രെഡിങ് നടക്കില്ല. സൊല്യൂഷൻ 1 ലിറ്റർ എത്ര പാത്രത്തിൽ എടുത്താലും അത് 1 ലിറ്റർ തന്നെ ആയിരിക്കും. പക്ഷെ ഗ്യാസ് 1 ലിറ്ററിന്റെ കണ്ടെയ്നറിനകത്തായിരിക്കുമ്പോൾ 1 ലിറ്റർ ആയിരിക്കും അതിന്റെ വോളിയം. 2 ലിറ്ററിന്റെ ആണെങ്കിൽ അതായിരിക്കും അതിന്റെ വോളിയം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? അതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപ്പൈസ്. എന്താണ്? അത് ഏത് കണ്ടെയ്നറിനകത്താണോ ഉൾപ്പെട്ടിരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും എന്ത്? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്. എന്താണ്? ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അത് ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും. അതാണ് വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ ഒരു ടേം. എന്താണ് നമ്മുടെ വോളിയം എന്ന് പറയുന്ന ടേം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് പോലെ പറയുകയാണ്. എന്താണ്? ഒരു 10 ml സിറിഞ്ച് എടുക്കുക. ഇതൊരു 10 ml 12 ml സിറിഞ്ചാണ്. അവർ പറയുന്നത് എങ്ങനെയാണ്? പിസ്റ്റൺ പുറകോട്ടേക്ക് വലിക്കുക, നോസിൽ ഒരു വിരൽ വെച്ച് ക്ലോസ് ചെയ്യുക, പിസ്റ്റണിൽ പ്രഷർ അമർത്തുക, പ്രഷർ കൊടുക്കുക ആണ്. ഇതാണ് പറയുന്നത്. പിസ്റ്റൺ പുറകോട്ട് വലിച്ചു, നോസിൽ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്, പിസ്റ്റൺ ഞാൻ മുമ്പേക്ക് അമർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സിറിഞ്ചിലെ വോളിയത്തിനുണ്ടാകുന്ന മാറ്റം അത് വേണം നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഞാൻ പിസ്റ്റണിൽ പ്രഷർ കൊടുക്കുമ്പോൾ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറവ് സംഭവിക്കുന്നുണ്ട് അല്ലെ? പിസ്റ്റൺ ഞാൻ മുമ്പോട്ടേക്ക് അമർത്തുമ്പോൾ വോളിയത്തിന് കുറവ് സംഭവിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വോളിയം ഡിക്രീസസ് അല്ലെ? ഇനി അവർ പറയുന്ന 2 കേസസ് ആണ്. ഇങ്ങനെ ഈ വോളിയം കുറയുമ്പോൾ ഇതിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നു? അതാണ് ഫസ്റ്റ് വൺ. ഇങ്ങനെ വോളിയം കുറയുമ്പോൾ, നിലവിൽ ഇത്രയായിരുന്നു അതിന്റെ വോളിയം, ഞാൻ അതിന്റെ പിസ്റ്റൺ പ്രസ് ചെയ്തുകൊണ്ട് വോളിയം കുറച്ചപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിനെന്ത് സംഭവിച്ചു? കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ ഇത്രയും ഒരു വോളിയത്തില് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് മോളിക്യൂള് വോളിയം കുറയുമ്പോൾ അവരുടെ മൂവ്മെന്റ് ഓഫ് ഫ്രീഡം അതിനെന്ത് സംഭവിച്ചു? കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. പിസ്റ്റൺ അമർത്തുമ്പോൾ ഞാൻ പറഞ്ഞു പ്രഷർ കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു. വോളിയം കുറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും വോളിയം ആയിരുന്നപ്പോൾ ഇതിനകത്തൂടെ ഫ്രീ ആയിട്ട് മോളിക്യൂൾസിന് മൂവ് ചെയ്യായിരുന്നു. ഇപ്പൊ ഈ കേസിൽ എന്താണ്? മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ആ ഡിസ്റ്റൻസ് വോളിയം കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും അല്ലെ? യൂഷ്വലായിട്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. കാരണം എന്താണ്? വോളിയം കുറഞ്ഞു. ഇനി മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ അവർക്ക് ഫ്രീഡം ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അതിനെന്ത് സംഭവിക്കും? വോളിയം കുറയുമ്പോൾ എന്ത് ചെയ്യും? യൂഷ്വലി ഫ്രീഡം ഓഫ് മൂവ്മെന്റും എന്ത് ചെയ്തിട്ടുണ്ടാവണം? കുറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ യൂഷ്വൽ ആയിട്ടോടെ നിങ്ങളുടെ ക്ലാസ് ശ്രദ്ധിക്കുക. ഞാൻ ആ ക്ലാസ്സിൽ നിങ്ങൾ
കംഫർട്ട് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ആ ക്ലാസ്സിന്റെ നടുക്കൂടെ, കൃത്യം നടുക്കൂടെ, നിങ്ങളുടെ ക്ലാസ്സിൽ 35 പേരുണ്ടെന്നും കൂടെ കൺസിഡർ ചെയ്തോളാം. ഈ 35 പേര് കംഫർട്ട് ആയിട്ടിരിക്കുന്ന ആ ക്ലാസ്സിന്റെ ഏറ്റവും നടുക്കൂടെ ഞാനൊരു സ്ക്രീൻ വെച്ചു. എന്നിട്ട് ഈ 35 പേരെയും കൂടെ ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് മാറ്റി. സ്ക്രീൻ വെച്ചപ്പോൾ എന്ത് ചെയ്തു? ക്ലാസിന്റെ വോളിയം എന്ന് പറയുന്നത് നേരെ പകുതിയായി കുറഞ്ഞു. വോളിയം കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ മോളിക്യൂൾസിന്റെ, നിങ്ങളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 35 എന്നുള്ള എണ്ണത്തിൽ വ്യത്യാസമില്ല. പക്ഷെ വോളിയം കുറഞ്ഞപ്പോൾ നിങ്ങൾ കംഫർട്ടായി ഇരുന്നിടത്ത് നിന്ന് നിങ്ങൾ ഒന്നുകൂടെ കൺജസ്റ്റഡ് ആയി. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് ഒന്ന് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ബെഞ്ചിൽ 4 പേര് വീതം ഇരുന്നെങ്കിൽ വോളിയം കുറഞ്ഞപ്പോൾ ഒരു ബെഞ്ചിൽ ചിലപ്പോൾ 6 പേര് വീതമൊക്കെ ഇരുന്നിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു. നിങ്ങൾക്ക് അതുപോലെ അതിനുള്ളിൽ കൂടെ ഓടി നടക്കാനുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേസിലും പറഞ്ഞത്. വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും. അതുപോലെ തന്നെ മോളിക്യൂൾസിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അവർക്ക് ചലിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യും? അതും എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വോളിയം ഓഫ് എ ഗ്യാസിന്റെ ആ ഒരു പോർഷനിൽ പറയേണ്ട കാര്യം. സോ വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞേ. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപ്പൈസ്. നമ്മൾ എടുത്തിരിക്കുന്ന ഗ്യാസ് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിന്റെ വോളിയം തന്നെയായിരിക്കും എന്ത്? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്യാസിന്റെ വോളിയം. എല്ലാവർക്കും വോളിയം ഓഫ് എ ഗ്യാസ് എന്താണെന്ന് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈമാണ് പ്രഷർ. സോ നമ്മള് വോളിയം ഓഫ് എ ഗ്യാസ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് പ്രഷർ ആണ്. പ്രഷർ ഓഫ് എ ഗ്യാസ്. എന്താണ് ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം തന്നെ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആ സ്റ്റേറ്റ്മെന്റിലെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്ത് നോക്കി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഓർക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലുണ്ടാവണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എങ്ങനെയാണ്? ഈച്ച് ഗ്യാസ് കണ്ടെയ്നിങ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് എന്താണ്? വൈൽ കൺസിഡറിംഗ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്, the real volume of the molecule present in that gas is very less. അതായിരുന്നു നമ്മുടെ സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ആക്ച്വലി the molecules are always in a state of rapid random motion in all direction. 4ാമത്തെ പോയിന്റ്. ആ 4ാമത്തെ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. എന്താ 4ാമത്തെ പോയിന്റ് പറഞ്ഞത്? മോളിക്യൂൾസ് ഈ മൂവ്മെന്റിന്റെ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഡ്യൂറിങ് ദിസ് മൂവ്മെന്റ് മോളിക്യൂൾസ് എന്താണ്? They can collide with each other, അല്ലെങ്കിൽ they will collide each other and also collide with the walls of the container. അവര് ഈ മൂവ്മെന്റിന്റെ സമയത്ത് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാൾസുമായിട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ 4ാമത്തെ പോയിന്റ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൊളീഷൻ ആണ് എന്തിന് കാരണമാകുന്നത്? ഒരു ഗ്യാസിന്റെ പ്രഷറിന് കാരണമാകുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പറയാൻ പോകുന്നത്. അപ്പൊ ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എന്താണ് അതിന്റെ കാരണം? ഈ മോളിക്യൂൾസിന്റെ കൊളീഷൻ തന്നെയാണ്. മോളിക്യൂൾസ് അതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിൽ വന്ന് ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെ നമ്മൾ ശരിക്കും എന്തെന്ന് പറയാ? പ്രഷർ എന്ന് പറയാം. ഇനി നമുക്ക് അതൊന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് നോക്കാം. അതിനു വേണ്ടിയിട്ട് കൺസിഡർ എ കണ്ടെയ്നർ. ഇതെല്ലാം ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഞാൻ പറഞ്ഞു ഗ്യാസ് മോളിക്യൂൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? ഇൻ എ റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഇന്ന ഡയറക്ഷൻ ഒന്നുമില്ല, ക്രമരഹിതമായി എല്ലാ ഡയറക്ഷനിലേക്കും ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ. സോ അങ്ങനെ തന്നെയാണ് ഈ ഓരോ ആരോയും കാണിക്കുന്നത് ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റുകളാണ്. സോ ഈ ഒരു കണ്ടെയ്നർ എ എന്ന് എടുക്കാം, ക്യാപിറ്റൽ എ. ഓക്കെ, ഈ കണ്ടെയ്നറിൽ ഞാൻ ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഗ്യാസ് എന്ന് പറയുന്നത് ഞാൻ കാർബൺ ഡയോക്സൈഡ് തന്നെ എടുക്കുകയാണ്. ഈ കണ്ടെയ്നറിൽ ഞാൻ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഈ കാണുന്ന ഓരോ മോളിക്യൂളും എന്ത് തന്നെയാണ്? കാർബൺ ഡയോക്സൈഡിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ന്യൂമറസ് മോളിക്യൂൾ. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് അല്ലെ? സോ ഇതെല്ലാം കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇനി ഞാൻ പറയുകയാണ് അതിലെ ഈ കണ്ടെയ്നറിന്റെ ഈ ഒരു പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാൻ പോവാണ്.
കണ്ടെയ്നറിന്റെ ഈ ഒരു ഭാഗം, കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ള ഈ ഭാഗം. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? മോളിക്യൂൾസ് എന്താണ്? എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെന്റിന്റെ സമയത്ത് ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വോൾസിലും ഇടിക്കുന്നുണ്ടെന്നുള്ള കാര്യം, കൊളൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അവര് ഇവിടെ വന്ന് ഇടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് അല്ലെ, മോളിക്യൂൾസ് കണ്ടെയ്നറിന്റെ ഈ ഒരു സർഫസിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, the force exerted on this surface. എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദിസ് സർഫസ്. എങ്ങനെ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? മോളിക്യൂൾസ് ഈ ഒരു സർഫസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നമുക്ക് ആ ഒരു ഫോഴ്സ് നമുക്ക് അറിയാമെങ്കിൽ, ഈ ഒരു സർഫസ് ഏരിയയും നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ, വി ക്യാൻ കാൽക്കുലേറ്റ് എന്താണ്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. എന്താണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്? ദ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ surface by surface area. എന്താ പറഞ്ഞത്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ബൈ ഈ സർഫസിന്റെ സർഫസ് ഏരിയ. എന്താണ് ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള കാരണം പറഞ്ഞത്? മോളിക്യൂൾസ് റാപ്പിഡ് റാൻഡം മോഷനിലും മൂവ്മെന്റിലാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ്മെന്റിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിന്റെ വോൾസിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ കൊളീഷനാണ് ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം ഇത്ര ഒരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക. ഈ തമ്പെന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഈ കണ്ടെയ്നറിന്റെ വോൾസിൽ വന്ന് ഇടിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലടിച്ചാലും പുറത്ത് എന്ത് ചെയ്യും? ഈ ഒരു കൊളീഷന്റെ ഫോഴ്സ് എന്ത് ചെയ്യും? അതിന് പുറത്ത് എക്സേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ കൊളീഷന്റെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ, ആ സർഫസ് ഏരിയയും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ബൈ ദ സർഫസ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രഷറിനൊരു എന്താണ് ഡെഫിനിഷൻ പറയുകയാണ്. പ്രഷർ ഈസ് ദ ഫോഴ്സ് exerted per unit area. പ്രഷറിനുള്ള ഡെഫിനേഷൻ ആണ് പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഇറ്റ്സ് യൂണിറ്റ് ഏരിയ. അതാണ് പ്രഷർ. യൂഷ്വലി നിങ്ങൾ ഇങ്ങനെ ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രഷറിന് കാരണം എന്ന് പറയുന്നത് മോളിക്യൂൾസ് അതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോൾസിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു. ആ കൊളീഷനാണ് അവിടെ ഒരു ഫോഴ്സിന് കാരണമെന്ന്. ശരിക്കും ആ ഫോഴ്സ് തന്നെയാണ് എന്ത്? അവിടുത്തെ ആ ഗ്യാസിന്റെ പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കൊളീഷനാണ്. അതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മളൊരു ഡെഫിനിഷൻ പറയാണ്. പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ യൂണിറ്റ് ഏരിയ. അതിനുള്ളൊരു ഇക്വേഷൻ ആണ്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി? വോളിയം നോക്കി, രണ്ടാമത്തെ പ്രഷർ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് അതിലെ മൂന്നാമത്തെ ടേമാണ് ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി വോളിയം, പ്രഷർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പറയേണ്ടത് ടെമ്പറേച്ചർ ആണ്. ഇനി ഈ ടെമ്പറേച്ചർ പറയുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ പോവുകയാണ്. എന്തായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? ദ മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. അതായിരുന്നു നമ്മൾ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? മോളിക്യൂൾസ് എപ്പോഴും എല്ലാ ദിശയിലേക്കും ക്രമരഹിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതായിരുന്നു ആ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അങ്ങനെ മോളിക്യൂൾസ് മൂവ് ചെയ്യാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ എനർജി ഗെയിൻഡ് ഡ്യൂ ടു ദിസ് മൂവ്മെന്റ്? ഏത് ടൈപ്പ് എനർജി ആയിരിക്കും ഈ മൂവ്മെന്റ് വഴി ഉണ്ടാകുക? ഏതർ പൊട്ടൻഷ്യൽ എനർജി ഓർ കൈനറ്റിക് എനർജി? ഏതായിരിക്കും? ഓഫ് കോഴ്സ് കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ചലിക്കുന്ന ഈ മോളിക്യൂളിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഈ ഗ്യാസ് ഒന്നുകൂടെ കൺസിഡർ ചെയ്യുക. ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുക. നമ്മൾ നേരത്തെ പ്രഷറിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുക. ആ കണ്ടെയ്നറിനുള്ളിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ കണ്ടെയ്നർ ഒന്ന് ചൂടാക്കുകയാണെന്ന് വിചാരിക്കാം.
കണ്ടെയ്നർ ഞാൻ ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കറിയാം, ടെമ്പറേച്ചർ വിൽ റൈസ് അല്ലെ, ടെമ്പറേച്ചർ കൂടും. ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾ ഓൾറെഡി മൂവ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ചൂട് കൂടുമ്പോൾ അതിന്റെ മൂവ്മെന്റിന് എന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നോർമലായിട്ട് ചൂട് കൂടുമ്പോൾ അതിനുള്ളിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇറങ്ങി ഓടും അല്ലെ. അതേപോലെ തന്നെയാണ് ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ മൂവ്മെന്റിന്റെ ആ സ്പീഡ് അത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് മോഷൻ വിൽ ഇൻക്രീസ്. എന്താ പറഞ്ഞത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്പീഡ് ഓഫ് മോഷൻ വിൽ ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ചലിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന മോളിക്യൂളിന് കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കൈനറ്റിക് എനർജി ഉള്ള ആ മോളിക്യൂളിന്റെ സ്പീഡ്, ആ സ്പീഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ ആ മോഷന്റെ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി വിൽ ഓൾസോ ഇൻക്രീസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മൂവ് ചെയ്യുന്ന മോളിക്യൂളിന് കൈനറ്റിക് എനർജി ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മൂവ്മെന്റിന്റെ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മൂവ്മെന്റിന്റെ സ്പീഡ് കൂടും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ സ്പീഡ് കൂടുകയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? അതും നോർമലായിട്ട് യൂഷ്വലി ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ടെമ്പറേച്ചറിനുള്ള ഒരു ഡെഫിനിഷനാണ്. ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ്. എന്താ പറഞ്ഞത്? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാസ്. ഇതാണ് ടെമ്പറേച്ചറിനുള്ള ഡെഫിനിഷൻ. ഇത്രയായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ബേസിക് ടേംസ് എന്തൊക്കെയാണ്? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. ഈ 3 ടേംസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ 3 ടേംസും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ 6 പോയിന്റ് അല്ലെങ്കിൽ 6 സ്റ്റേറ്റ്മെന്റുകൾ നിർബന്ധമായും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം നിങ്ങളറിയാം, വോളിയം പറയുമ്പോൾ നമ്മൾ ഏത് ടേമാ പറഞ്ഞത്? വോളിയത്തിന്റെ കേസിൽ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പ്രഷറിന്റെ കേസിൽ നമ്മൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് പ്രഷർ ഡിഫൈൻ ചെയ്തത്. ടെമ്പറേച്ചറിന്റെ കേസിൽ നമ്മൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷം ഈ ഓരോ ടൈം വോളിയം ഓഫ് എ ഗ്യാസ്, പ്രഷർ ഓഫ് എ ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ആദ്യം തന്നെ നമ്മൾ ഗ്യാസസിനെ റിലേറ്റഡ് ആയിട്ടുള്ള 6 സ്റ്റേറ്റ്മെന്റുകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 6 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഗ്യാസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ടേംസ് ഏതൊക്കെയാണ്? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. ആ 3 ടേമുകളും ആ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൽ വോളിയം ഡിഫൈൻ ചെയ്തു, പ്രഷർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷൻസ് ആണ്. ഇപ്പം വോളിയം, പ്രഷർ തമ്മിലുള്ള റിലേഷൻ അതൊരു ഗ്യാസ് ലോ ആണ്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കായ ഗ്യാസ് ലോസ്, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ പോവുക. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.